ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് ടിപ്പു സുൽത്താൻ്റെ ആയുധശേഖരമുള്ള സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിലെ ഇസ ബേക്കറിയിലാണ്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഈ കാണുന്നതാണ് വെളുത്തുള്ളിയും വിനാഗിരിയും, അതേപോലെ വിനാഗിരി എന്ന് പറഞ്ഞാൽ സുർക്ക, പച്ചമുളക്, തൈര് എന്നിവ ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റാണ് നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് വീഴുന്നത് കണ്ടത്. അതിനുശേഷം കുറച്ചും കൂടി തൈര് അതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഈ കാണുന്നത് നമ്മൾ എന്തായിരുന്നു ചിക്കൻ മസാലയാണ് ഈ കാണുന്നത് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു സാധനം കൂടി ഇരുന്നുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, ഗരം മസാലയും കൂടി ഈ കാണുന്നതാണ് ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഷവർമേൻ്റെ പേസ്റ്റ് അല്ലല്ലോ, എന്തായിരുന്നു, മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അത് നല്ലോണം ഇതിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി നല്ലൊരു മഞ്ഞ കളർ, മൊത്തത്തിൽ മഞ്ഞ കളറൊക്കെ ആയിട്ടൊരു ഷേപ്പിൽ അങ്ങോട്ട് വരും. അപ്പോൾ ആ രീതിയിൽ ആകുമ്പോഴാണ് അതിൻ്റെ മസാല ആവുന്നത്. നല്ലോണം മിക്സാക്കാനുണ്ട്. അപ്പോൾ അത്രയും വീഡിയോ നിങ്ങൾ കാട്ടുന്നില്ല. അതാണ് മിക്സാക്കി കഴിഞ്ഞ് വീഡിയോ. എന്നിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാനുണ്ട്. നമുക്ക് ചിക്കൻ റെഡിയാക്കുന്ന ഭാഗത്തേക്ക് പോവാം. ഇതാണ് ചിക്കൻ ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ, എല്ലില്ലാത്ത, നമുക്ക് ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഷവർമയ്ക്കായിട്ട് വരുന്ന ചിക്കനാണ്. ഇതിൻ്റെ കനം ഒന്ന് കുറയ്ക്കാനുണ്ട്. നല്ലോണം കനം കുറച്ചിട്ടാണ് നമ്മളിതിലേക്ക് മസാലയിലേക്ക് ഇടുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച സാധനമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇട്ട് നല്ലോണം കനം ഈ കാണുന്ന പോലെ കനം നല്ലോണം കുറച്ച് നമ്മളെ മസാലയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശരിക്കും ഒന്ന് കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷവർമയല്ലോ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. എല്ലാ കഷ്ണങ്ങളും നല്ലോണം പരമാവധി കനം കുറച്ചിട്ട് വേണം നമുക്ക് ഷവർമേൻ്റെ മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. ഇതിങ്ങനെ നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വെക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ആശാൻ മൻസൂർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂറെങ്കിലും ഈ സാധനം മിക്സാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇത് എടുത്ത് മിക്സാക്കി ഇതുപോലെ മസാല തേച്ചിട്ട് ഒരു 3.5 മണിക്കൂറിന് മേലെ മിക്സാക്കി വെച്ചു. എന്നിട്ടാണ് നമ്മളത് എടുക്കുന്നത്. എത്രത്തോളം കൂട്ടി വെക്കുന്നോ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അരിയുന്നത് ഷവർമയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കേബേജാണ് ഈ കാണുന്നത്. കേബേജ്, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട്. അതിൻ്റെ നമ്മൾക്ക് എന്താ പറയുക, ഷവർമ അറിയാലോ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടതായിട്ടുണ്ട്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇനി ഈ കാണുന്ന കുന്തത്തിലാണ് കേട്ടോ, നമ്മൾ കുന്തം കണ്ടോ, ആ കുന്തത്തിലാണ് നമ്മൾ ഈ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ ലെഗ് പീസും ചെസ്റ്റ് പീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നൊക്കെ ഉണ്ട്. എന്തിനാന്ന് ഞാൻ എന്തോ പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. ലെഗ് പീസും ചെസ്റ്റ് പീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ കമ്പി കൂടെ ഓരോ പീസും എടുത്തിട്ട് ഇങ്ങനെ കോർത്ത് വെക്കണം. അതായി കാണുന്നില്ലേ, ഇതേപോലെ എല്ലാ പീസും ഇങ്ങനെ കോർത്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളല്ല, അവൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ വീട്ടിലൊക്കെ നമുക്കിപ്പോൾ ഇതേപോലെ ഷവർമ ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഷവർമ മെഷീനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചിക്കൻ മേടിച്ച് ഇതേ കണക്കിനുള്ള മസാലകൾ തേച്ച് സെറ്റാക്കി നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുത്ത് കഴിക്കാവുന്നതാണ്. ഷവർമേൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. കുറച്ച് ചിക്കൻ സെറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഒരു ഭംഗിയില്ലാണ്ട് കുറച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ആ സാധനങ്ങളൊന്ന് ചെത്തിക്കളയണം. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു ഭംഗി കുറവിന് വേണ്ടിയിട്ട് തന്നെയാണ് കളയല്ല. അതെടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കോർത്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയും ചിക്കൻ വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് അതിങ്ങനെ ചെയ്യും. പിന്നെ പറ്റ വേസ്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കളയുന്നുള്ളൂ. അല്ലാണ്ട് ഉള്ള ചിക്കൻ മൊത്തം അതിലേക്ക് തന്നെ സെറ്റ് ചെയ്യുന്നതാണ്.
നമ്മളെ ഇവിടുത്തെ ഈ ബേക്കറീൻ്റെ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അണ്ണൻ ഉണ്ടാക്കി തന്ന ഒരു മസാല ദോശ ഞാൻ കഴിച്ചു. കാരണം മസാല ദോശ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഓർഡർ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ മണവും ഇതൊക്കെ കേട്ടിട്ട് എനിക്കാണ് പിടുത്തം വിട്ട് ലാസ്റ്റ് പറഞ്ഞു, അണ്ണാ എനിക്കൊരു മസാല ദോശ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മസാല ദോശ എനിക്ക് തന്ന് ഞാൻ ഇവിടെ നിന്ന് കിച്ചണിലിരുന്ന് തന്നെ കഴിച്ച്. നല്ല ടേസ്റ്റായിരുന്നു മസാല ദോശ. അണ്ണൻ്റെ വീഡിയോ നമുക്ക് മസാല ദോശ ഉണ്ടാക്കി തന്ന അണ്ണൻ്റെ വീഡിയോ, മസാല ദോശയും അതുപോലെ തന്നെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയ വീഡിയോ തൊട്ട് മുമ്പ് ഇന്നലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ ഷവർമേൻ്റെ ചിക്കൻ എല്ലാം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഓറഞ്ചും കുത്തി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഷവർമേൻ്റെ സംഗതി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷീനൊക്കെ ഓണാക്കി കത്തിച്ച് അതിൻ്റെ തീയൊക്കെ കത്തിച്ച് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഷവർമ എനിക്ക് തന്നെയാണ് തരാൻ പോകുന്നത് അവർ. ഇന്നത്തെ കച്ചവടം പൊടിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഇവിടുത്തെ ഷവർമ പെട്ടെന്ന് തന്നെ തീരുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ സൈഡിൽ കൂടെ അതിൻ്റെ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തരാൻ വേണ്ടിയിട്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടി വെച്ചതാണ്. അപ്പോൾ ആശാനത് ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാണ്. യുദ്ധക്കളത്തിലേക്ക് ചേകവർ ഇറങ്ങി. നല്ല നമ്മൾ ആയി വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ മെല്ലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഇതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നതിന് വേണ്ടി ഞങ്ങൾക്കുള്ള ഒരു പ്രചോദനമാണ് നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യലും ഒക്കെ. അപ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ നല്ല മുരിഞ്ഞിങ്ങനെ വരും. അപ്പോൾ ആ മുരിഞ്ഞ ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നതായിട്ട് അവർ. എന്നിട്ട് ഒരു ചെറിയൊരു താളം പിടിക്കലുണ്ട്. അതിപ്പോൾ നമുക്ക് കാണാം. പാത്രത്തിലേക്ക് ഇങ്ങനെ ചെത്തിയിട്ട സാധനത്തിൽ ഇതാണ് ഹീറ്റാവുന്ന ഭാഗത്തേക്ക് ഒന്നും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കി പിന്നെ നമ്മൾ ആ ക്യാബേജ് കരിഞ്ഞ് വെച്ചത് കുറച്ച് ഐറ്റംസ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മയോണൈസും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഷവർമ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഷവർമ ഇപ്പോൾ തരുന്നതാണ്. ആരും കൊതി പിടിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ റോള് മതിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറഞ്ഞു പോകും. അതുകൊണ്ട് റോള് മതിയെന്ന് പറഞ്ഞു. അപ്പം നമുക്കുള്ള റോളാണ് പാക്കാക്കുന്നത്. അങ്ങനെ റോള് കിട്ടിയിട്ടുണ്ട്. സംഗതി ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റാണ്. ബത്തേരിക്ക് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. ഇസ ബേക്കറി സുൽത്താൻ ബത്തേരി.